വടകരയിൽ മത്സരം കനക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളും ശക്തമായ പ്രചാരണത്തിനാണുള്ളത്. ഇപ്പോൾ NDAയുടെ വടകര മണ്ഡലം സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനാണ് എൻ്റെ ഒപ്പം ചേരുന്നത്. പ്രഫുല് രാവിലെ തന്നെ പ്രചാരണത്തിനിറങ്ങി വളരെ ക്ഷീണിച്ച അവസ്ഥയിലൊക്കെയാണ്. എങ്കിലും ക്ഷീണം, ഈ ചൂടിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ വളരെ ആവേശത്തിൽ തന്നെയാണ് പ്രഫുലിൻ്റെ ഒരു പ്രചാരണം നടക്കുന്നത്. എന്താണ് ഒരു വടകരയിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത്രയും ദിവസത്തെ പ്രചാരണത്തിനിടയിൽ പ്രഫുലിന് മനസ്സിലാവുന്നത്? ക്ഷീണം ഒട്ടുമില്ല. ഇന്നലത്തെ മഴ കൊണ്ടതുകൊണ്ട് ശബ്ദത്തിന് ചെറിയ ഇടർച്ചയുണ്ടെന്നല്ലാതെ ഒട്ടും ക്ഷീണിക്കില്ല. വടകരയിൽ അട്ടിമറി വിജയമാണ് NDA നേടാൻ വേണ്ടി പോകുന്നത്. അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് വടകര പാർലമെൻറ്റിലെ 7 നിയോജക മണ്ഡലങ്ങളിലും നിരവധി തവണ യാത്ര ചെയ്തു. മറ്റ് 2 സ്ഥാനാർത്ഥികൾ പോയതിനേക്കാൾ കൂടുതൽ മുക്കിലും മൂലയിലും നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വലിയ അത്ഭുതങ്ങളുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയുടെ പദ്ധതികൾ മാത്രമാണ് വോട്ടർമാർക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് നന്ദി പറയുകയാണ്. 70 വയസ്സിന് മുകളിലുള്ള ആളുകളെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നുള്ള BJPയുടെ പ്രഖ്യാപനം നിറക്കൈയോടെ മനസ്സ് നിറഞ്ഞാണ് ഇവിടുത്തെ മുതിർന്ന പൗരന്മാർ കേട്ടിരിക്കുന്നത്, സ്വാഗതം ചെയ്യുന്നത്. കിസാൻ സമ്മാൻ നിധി അത് കിട്ടുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട്. 3.5 ലക്ഷത്തോളം ആളുകളുണ്ട്. അവർ പറയുന്നത് നരേന്ദ്രമോദി മാത്രമാണ് അവർക്ക് ഇത്തരത്തിൽ സഹായം നൽകിയിട്ടുള്ളത്. എൻ്റെ മക്കളെക്കാൾ ഞങ്ങളെ സ്നേഹിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞ വീട്ടമ്മമാരുണ്ട്. പ്രിയപ്പെട്ട ഉജ്ജ്വല യോജന കണക്ഷൻ കിട്ടിയ 10,000ങ്ങളുണ്ട്. കേന്ദ്ര പദ്ധതികളാണ് ഇവിടുത്തെ ഓരോ വീടുകളിലും എത്തിയിട്ടുള്ളത്. അത് വോട്ടായിട്ട് മാറും. ഇരു മുന്നണികളും വോട്ടർമാരെ പറ്റിക്കുകയാണ്. ഇവിടുത്തെ MP ഈ വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരും വോട്ടർമാരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കേന്ദ്ര പദ്ധതികൾ മാത്രമാണ് ജനങ്ങളുടെ രക്ഷ. അത് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. വടകരയിൽ അട്ടിമറി വിജയമുണ്ടാകും. അതിനോട് ഒരു കാര്യം കൂടെ, ഈ ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ ഒരു വലിയ സൈബർ യുദ്ധത്തിനും അതുപോലെ തന്നെ സൈബർ ആക്രമണത്തിൻ്റെ പേരിൽ പരസ്പരം പോരാടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വിവാദങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നു. ഒരു വീഡിയോ സംബന്ധിച്ച കാര്യങ്ങളുണ്ടാകുന്നു, അതില്ല എന്ന് പറയുന്നു, ഉണ്ട് എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് NDA അതിനെ നോക്കിക്കാണുന്നത്? നോക്കൂ, സ്ത്രീകൾക്കെതിരായി നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ. പക്ഷേ സ്ത്രീകൾക്ക് നേരെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് വികസനം ചർച്ച ചെയ്യാനാവില്ല. എന്താണ് അവർ വികസന നേട്ടമായി ഉയർത്തിക്കാണിക്കുക? അപ്പോൾ ഇലക്ഷനകത്ത് സബ്ജക്റ്റുകൾ വേണം, സംസാരിക്കാൻ ടോപ്പിക്കുകൾ വേണം. അതിനു വേണ്ടിയാണ് ഇത്തരം നിലവാരം കുറഞ്ഞ ചർച്ചകളിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ഇത്തരം സൈബർ അറ്റാക്കുകളിൽ മോശപ്പെട്ട പാർട്ടിയല്ല. KS ചിത്ര ശ്രീരാമ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ CPM പ്രൊഫൈലുകളും അതുപോലെ കോൺഗ്രസ് പ്രൊഫൈലുകളും എത്ര മോശമായിട്ടാണ് ചിത്രയോട് പെരുമാറിയത്. ഇപ്പോൾ നടി ശോഭന BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തു. ശോഭനയ്ക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? CPMകാരുമുണ്ട്, കോൺഗ്രസ്സുകാരുമുണ്ട്. അപ്പോൾ ആരും മാന്യന്മാരുമൊന്നുമില്ല. CPMകാരും ഒരുപോലെയാണ്, കോൺഗ്രസ്സുകാരും ഒരുപോലെയാണ്. വടകരയുടെ വോട്ടർമാർ ഈ സൈബർ അറ്റാക്കിനെ വളരെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ എന്തിനാണ്? ഇവർ മാഹിയിൽ ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്? വാളയാറിനപ്പുറം ഒരുമിച്ചല്ലേ? മഞ്ചേശ്വരത്തിനപ്പുറം ഒരുമിച്ചല്ലേ? ഈ ഒരുമിച്ച് നിൽക്കുന്നവർ, ഒന്നിച്ച് ബായി പറയുന്നവർ ഈ വടകരയിലും കേരളത്തിലും മാത്രം ഇങ്ങനെ ബദ്ധശത്രുക്കളെ പോലെ പെരുമാറുന്നത് എന്തിനാ? അതാണ് വടകരയിലെ വോട്ടർമാർ ചോദിക്കുന്നത്. വികസനം ചർച്ച ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് നിലവാരമില്ലാത്ത ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. വടകരയ്ക്ക് ഒരു മോഡി ഗ്യാരണ്ടിയാണോ? ഉറപ്പായിട്ടും മോഡിഫൈഡ് വടകര എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ കാണിച്ചു തന്ന മാതൃകകളുണ്ട്. ഗുജറാത്തിൽ എന്ത് വലിയ വികസനമാണ്. ഞാനിപ്പോൾ സൂചിപ്പിച്ചല്ലോ, വടകരയുടെ ടൂറിസം സാധ്യതകൾ അനന്തമാണ്. ഇവിടെ കാപ്പാട് മുതൽ ഈ തലശ്ശേരി വരെയുള്ള ബീച്ചുകൾ, എണ്ണം പറഞ്ഞ 6-7 ബീച്ചുകളുണ്ട്. വെള്ളിയാങ്കല്ലിനെയും ഈ ബീച്ചുകളെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കിയാൽ ലോക ഭൂപടത്തിൽ വടകര അടയാളപ്പെടുത്തപ്പെടും. ഇവിടെ കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുറ്റ്യാടി തേങ്ങ, ആ കുറ്റ്യാടി തേങ്ങയെ ബ്രാൻഡ് ചെയ്ത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചാൽ ലോകത്തിൻ്റെ തീൻമേശയിൽ ഈ കുറ്റ്യാടി തേങ്ങയുടെ വിഭവങ്ങളെത്തും. നമ്മുടെ കർഷകന്മാർക്ക് വേണ്ടി ഇവിടെ വലിയ പദ്ധതികൾ വേണം. ഇവിടെ മലയോര മേഖലകളൊക്കെ പരാതികളാണ്. വന്യജീവി ആക്രമണമാണ്. ഒന്നും ചെയ്യാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല. തീരദേശ മേഖലയിൽ കുടിവെള്ളം പോലുമില്ല. ഞങ്ങളുടെ ജൽജീവൻ മിഷൻ കണക്ഷൻ എത്തിയപ്പോഴാണ് കുടിവെള്ളം പോലും എത്തുന്നത്. മോദിയുടെ ഗ്യാരണ്ടി, അതിൽ പൂർണ്ണ വിശ്വാസം വടകരയിലെ വോട്ടർമാർക്കുണ്ട്. ആ വിശ്വാസമാണ് ഈ വടകരയിൽ അട്ടിമറി വിജയം സമ്മാനിക്കുക. അട്ടിമറി വിജയം വടകരയിൽ ഉണ്ടാകുമെന്നാണ് പ്രഫുൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയും അതുപോലെ വടകരയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി കൃത്യമായ പ്ലാനും കയ്യിലുണ്ടെന്നാണ് പ്രഫുൽ പറയുന്നത്. എന്തായാലും നമുക്ക് വോട്ടിനായി കാത്തിരിക്കാം, വോട്ടെണ്ണുന്ന ദിവസത്തിനായി കാത്തിരിക്കാം. ന്യൂസ് കേരള.